കേരളത്തിന്റെ വ്യാവസായിക സ്വപ്നമായ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പദ്ധതി വിലയിരുത്താൻ കേന്ദ്ര സംഘം ഉടൻ പാലക്കാടെത്തും. പദ്ധതിക്ക് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കൽ ഡിസംബർ മാസത്തോടെ പൂർത്തിയാക്കുമെന്ന് മന്ത്രി പി രാജീവ് അറിയിച്ചിട്ടുണ്ട്. പദ്ധതി പ്രദേശം മന്ത്രിതല സംഘം സന്ദർശിച്ചു. കേരളത്തിന്റെ സ്വപ്ന പദ്ധതി മൂന്നാം മോദി സർക്കാരിന്റെ കേരളത്തിനുള്ള ഓണസമ്മാനമാണ്. രാജ്യത്താകെ 12 ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് കേരളത്തിന് അനുവദിക്കപ്പെട്ട ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര സംഘം പാലക്കാടെത്തുന്നത്. ഒക്ടോബർ 1-നാകും കേന്ദ്ര സംഘം പാലക്കാട്ടേക്ക് എത്തുക. 1710 ഏക്കറിൽ വികസിപ്പിക്കുന്ന പദ്ധതിയിലൂടെ മാനുഫാക്ചറിംഗ് മേഖലയിലെ പ്രവർത്തനങ്ങൾ ഉത്തേജിപ്പിക്കുകയാണ് ലക്ഷ്യം. ഡിസംബർ മാസത്തോടെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയാക്കുമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് അറിയിച്ചു. പിന്നെ ഫണ്ട് ലഭ്യമാകുന്ന മുറയ്ക്ക് മറ്റു ജോലികളും ആരംഭിക്കും. നിങ്ങൾക്കിപ്പോൾ ഒരു 100 കോടി തരാം. ഇപ്പോൾ നിങ്ങൾ ആദ്യത്തെ തുടങ്ങും, ഫസ്റ്റ് ടോക്കൺ എന്ന് പറയുന്നത് റെഡി, നമ്മളത് വെച്ച് തുടങ്ങും. അതല്ല നിങ്ങൾക്ക് 1710 കോടി ഒന്നിച്ചിതാ തരുന്നു എന്ന് പറയുന്നത് നമ്മൾ റെഡി, നമ്മളത് വെച്ച് തുടങ്ങും. നമ്മൾ എന്തിനു റെഡിയാണ്? നമ്മുടെ ഭാഗം പൂർണ്ണമായി. നമ്മൾ പക്ഷേ നടത്തിക്കുന്നത് നമ്മൾ തന്നെ, നമ്മുടെയാണല്ലോ അതിൻ്റെ പ്രധാന നടത്തിപ്പ്, നമ്മുടെ നാട്ടിലാണല്ലോ. 50% നമ്മളാണ് അതിൻ്റെ മോണിറ്റർ, നോഡൽ ഏജൻസിക്ക് ഇൻഫ്രയാണ്. പുതുശ്ശേരി സെൻട്രൽ, പുതുശ്ശേരി വെസ്റ്റ്, കണ്ണമ്പ്ര എന്നിങ്ങനെ 3 ഇടങ്ങളിലായി നടപ്പാക്കുന്ന പദ്ധതിക്ക് പുതുശ്ശേരി വെസ്റ്റിൽ 240 ഏക്കർ ഭൂമി മാത്രമാണ് ഇനി ഏറ്റെടുക്കാനുള്ളത്. 3 ഇടങ്ങളിലും ഗ്രീൻ ബെൽറ്റിനും ജലസംരക്ഷണത്തിനും ഭൂമി മാറ്റിവെക്കുന്നുണ്ട്. 5 മുതൽ 8 വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. വലിയ തൊഴിൽ സാധ്യത കൂടിയാണ് വ്യവസായ ഇടനാഴി തുറന്നിടുന്നത്. 24 പാലക്കാട്.